എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രഭവവിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആകെപ്പാടെ ധർമ്മ സങ്കടത്തിലായിപ്പോയി ദേവേനി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദർശന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അവനും നയനയും തമ്മിൽ അകലുവാണോ എന്നൊരു ചിന്ത ദേവേനയുടെ മനസ്സിലേക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു സങ്കടത്തോട് കൂടിയിട്ടാണ് ദേവേനി ക്ഷേത്രത്തിലേക്കാന്നും പറഞ്ഞുകൊണ്ട് നയനയെ കാണാനായിട്ട് പോരുന്നത്. ഈ സമയം നന്ദുവിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാണ്. അങ്ങനെ പാക്ക് ചെയ്ത് വെക്കണ സമയത്ത് നന്ദുവിന് ഭയങ്കര സങ്കടമാണ്. നയനെ കനിക എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ബാഗ് പാക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് നന്ദു പറഞ്ഞു, കാര്യം പറഞ്ഞാൽ എനിക്ക് SI ആവെന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാ. പക്ഷെങ്കിൽ പോകുകയെന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് വല്ലാത്തൊരു സങ്കടമെന്ന് പറയണം. ഇത് കേട്ടത് നയന പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ? പോയി ഇനിയിപ്പോ രസയായിട്ടൊക്കെയല്ലേ വരാൻ പോണേ. അതൊക്കെ എനിക്ക് അറിയാച്ചി, എന്റെ സ്വപ്നമാണെന്നും അറിയാലോ. പക്ഷെ എന്തോ നിങ്ങളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞ് കുറച്ചുനാൾ മാറി നിൽക്കാന്ന് പറയുമ്പോൾ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാന്ന് പറയണേ. പെട്ടെന്ന് കനക പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല നന്ദൂട്ടാ, ഞങ്ങൾക്ക് സങ്കടം ഉണ്ടെന്ന് പറയാം. പക്ഷെങ്കിൽ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റേണ്ടെന്ന് ചോദിക്കാം. അതെ, അതൊക്കെ ശരി തന്നെയാ. ഞാൻ എതിരായിട്ട് ഇവിടെ നിന്ന് മാറി നിന്നിട്ടില്ലോ അമ്മേ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ കനകയുടെ കണ്ണ് നിറഞ്ഞു വന്നു. കനക പറഞ്ഞു, ഇനിയിപ്പോൾ നന്ദൂട്ടിന് അങ്ങനെ പോയി നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നന്ദു വിഷമിച്ച് പോകണ്ടെന്ന് പറയണേ. ഇനിയിപ്പോൾ SI ജോലി വേണ്ടെന്ന് വെച്ചോ, എന്നാലും ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ട നായനോട് പറഞ്ഞു, അമ്മ എന്ത് വർത്താനാ പറയണേ? ഇവളുടെ സ്വപ്നങ്ങൾ നമ്മൾ തകർത്ത് കളയാൻ പാടുണ്ടോ? കുറച്ച് ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ. അവിടെ പോയി 1-2 ദിവസം കഴിയുമ്പോഴത്തേനും ഇവളുടെ വിഷമം വേദനയെല്ലാം മാറിക്കോളും. പിന്നെ അവിടെ ആയിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോയിക്കോളും എന്ന് പറയണം. പിന്നീട് നയന പറഞ്ഞ്, അറിയാലോ, വീട് പോലെയല്ല അവിടെ കുറെ മനുഷ്യന്മാര് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരായിരിക്കും. അപ്പൊ ആരുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണെന്ന് പറയണം. കനക പറഞ്ഞു, എനിക്ക് ആ കാര്യത്തിൽ പേടിയുണ്ട് നന്ദൂട്ടാ. നിന്റെ ഇവിടെയുള്ള ആ എടുത്തടിച്ച സ്വഭാവമൊന്നും അവിടെ ചെന്ന് കാണിക്കരുത്. കാരണം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. ട്രെയിനിങ് ആണ്. കുറച്ചൊക്കെ ഒന്ന് ഒതുക്കമായിട്ട് നിൽക്കണം. പിന്നെ ഒരു കാരണവശാലും അനിമ വിളിച്ചിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കരുതെന്ന് പറയണം. ഇത് കേട്ട നയന പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യം അമ്മ പറഞ്ഞത്. അനി വിളിച്ചാൽ നീ കോൾ എടുക്കേണ്ട കാര്യമില്ല, തിരിച്ചു വിളിക്കാനും പോകണ്ടെന്ന് പറയണം. അങ്ങനെ കുറച്ച് ദിവസമായി കഴിയുമ്പോൾ അവൻ താനെ പിന്നെ വിളി നിർത്തിക്കോളും. അറിയാലോ, ഇപ്പൊ നിനക്ക് ദൈവമായിട്ട് തന്നൊരു ചാൻസ് അത്. അവനെ മറക്കാനായിട്ട് നീ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവനെ വിളിക്കുകയും വേണ്ട, അവന്റെ നമ്പർ വരെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടാരേ പിന്നെ ആ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് മാറ്റം ഉണ്ടാകുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് മാറ്റം ഉണ്ടാകുന്ന പറയാം. നീ പോയിട്ട് വരുമ്പോഴത്തേനും നീ ഒരു പുതിയ വ്യക്തിയായിട്ടായിരിക്കും മടങ്ങി വരേണ്ടത്. അല്ലാതെ ഇവിടുന്ന് പോകുന്ന ആ ഭാരങ്ങളും ചുമലിലേറ്റി ആയിരിക്കില്ല വീണ്ടും തിരികെ വരുന്നേ. അറിയാലോ, ഒരു പുതിയ ജീവിതമാണ് നീ ഇനി തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഉപദേശിക്കുകയാണ്. ആ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വന്നു. നവ്യ എന്ന് ചോദിച്ചു, എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് നന്ദു പറഞ്ഞു, വേണ്ട വേണ്ട, ഇനിയിപ്പം ഞാൻ പോയിട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു കുഞ്ഞുവാവയെ കാണുമല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും കനക പറഞ്ഞു, അത് ശരിയാ, ട്രെയിനിങ് കുറെ നാളത്തേക്ക് ഉണ്ടെങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേനും ഒരു കുഞ്ഞാവയെ കാണുമെന്ന് പറയാം. നന്ദു പറഞ്ഞു, ആ സമയത്ത് ഞാനും കൂടെ ഇവിടെ വേണ്ടായിരുന്നു പറയാം. നവ്യ പറഞ്ഞു, അതെന്താ, അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, നീ പോയിട്ട് പോരെ. എനിക്ക് പോയിട്ട് വന്നിട്ട് വേണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഈ നന്ദു ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞാന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ കണ്ടതും അമ്മയെന്ന് പറഞ്ഞ് നയനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ആദർശേട്ടൻ വന്നില്ലേന്ന് ചോദിക്കുക. ഇല്ല മോളെ, അറിയാലോ, ഞാൻ തന്നെ ഇപ്പൊ ക്ഷേത്രത്തിലേക്കാന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞാൽ പോന്നേ. ഞാൻ അവനോട് ചോദിച്ചാൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്, അവനൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. പിന്നീട് നയനെ ദേവേനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. കാരണം അവിടെയുള്ളവരൊന്നും അറിയണ്ട താനും ആദർശാണ് തമ്മിലുള്ള പ്രശ്നം. അതിനുശേഷം ദേവേനോട് ചോദിച്ചു, എന്താമ്മേ ആദർശാണ് പറ്റിയത്? ഞാൻ വിളിച്ചിട്ട് കോള് പോലും എടുക്കുന്നില്ലോ എന്ന് പറയണം. എനിക്കറിയില്ല മോളെ എന്താ സംഭവിച്ചതെന്ന്. ഞാൻ അവനോട് ചോദിച്ചിട്ട് അവര് വ്യക്തമായൊരു മറുപടിയും തരുന്നില്ലെന്ന് പറയാം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ഞാൻ ആദർശനോട് തെറ്റൊന്നും ചെയ്തില്ലോ, വിഷുവിന് വന്നില്ല. പക്ഷെങ്കിൽ നന്ദു പോകുന്ന സമയത്തെങ്കിലും ആദർശേട്ടൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആദർശേട്ടൻ വന്നില്ലോ എന്ന് പറയണം. എനിക്കറിയില്ല, ഞാൻ ഒന്നുകൂടെ അവനോട് ചോദിച്ചു നോക്കാം. ഇത് നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇല്ലമ്മേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഞാൻ അമ്മയോട് പറയണ്ടല്ലേ. നന്ദു പറഞ്ഞ പോലെ ഇനിയിപ്പം നമ്മൾ നമ്മളുടെ അടുപ്പ് ആദർശേട്ടൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ, അതുകൊണ്ടാണ് ആദർശേട്ടൻ ഇങ്ങനെ മാറി നിൽക്കണേ എന്ന് നയന ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, അങ്ങനെ അവൻ വഴിയില്ല, അങ്ങനെയാണെങ്കിൽ അവൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അല്ല, ഇനിയിപ്പോൾ ആദർശനോട് പറയാതെ ദേഷ്യം അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി പറയാൻ പറ്റില്ല അവന്റെ മനസ്സിൽ എന്താന്ന്.
ഞാൻ വിചാരിച്ചോണ്ട് ഇന്നെങ്കിലും വരുമെന്ന് വിചാരിച്ച് അവനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവൻ അതിനൊന്നും വ്യക്തമായിട്ട് ഉത്തരം പറയണില്ല. ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്നാ പറഞ്ഞ. ഒരു കാര്യം ചെയ്യുക, മോള് നന്ദുവിനെ പറഞ്ഞു വിട്ടിട്ട് വീട്ടിലേക്ക് പോരെ, അവൻ വിളിക്കാൻ വരുന്നതും കാത്ത് മോള് നിൽക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, നന്ദു പോയതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാമേ. പക്ഷെ ആദർശേട്ടന് എന്നെ വിളിക്കുക പോലും ചെയ്യുന്നില്ല. ഞാൻ വിളിച്ചിട്ട് കോള് പോലും എടുക്കുന്നില്ല. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറയണം. സാരമില്ല, മോള് ധൈര്യമായിട്ട് ഇരിക്കാന്നൊക്കെ പറയണം. അപ്പോഴേക്കും കനകം വന്നിട്ട് പറഞ്ഞു, അതെ വന്ന കാര്യം നിൽക്കാതെ ഇങ്ങോട്ട് വാ, ഞാൻ ചായയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ദേവേനി പോയി ചായ കുടിച്ചേം പറഞ്ഞു, അതെ ഞാൻ പോകാനായിട്ട് ഇറങ്ങുക, ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞാൽ വന്നേ. ഇനി അധിക സമയം സംസാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. നന്ദുവിനെ ഒന്ന് കണ്ട് യാത്ര പറയാൻ വന്നാന്ന് പറയണം. പിന്നീട് നന്ദുവിൻ്റെ അടുത്തേക്ക് എന്നു. നന്ദുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നല്ല മിടുക്കിയായിട്ട് SI ആയിട്ട് തിരികെ വരണമെന്ന് പറയണം. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, ശരി ആൻറ്റി എന്ന് പറയണം. പിന്നെ ദേവേനയുടെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. ദേവേനിക്ക് നല്ല സങ്കടം വന്നു. ഒരുപക്ഷെ അനാമികയുടെ സ്ഥാനത്ത് നന്ദുവായിരുന്നു ആ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പം എല്ലാം കൂടെ എനിക്ക് നല്ല സന്തോഷമാണ്. ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നീട് ദേവേനെ പറഞ്ഞ് അറിയാലോ കാര്യങ്ങളൊക്കെ, അനിയുടെ കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്നതാണ് നന്ദു. അതുകൊണ്ട് അവിടെ ചെന്നാലും ആ രീതിക്ക് വേണം ഇനി മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ നയനയും നവിയെ അമ്മയൊക്കെ ഉപദേശിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഞങ്ങൾ ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട് അമ്മയെന്ന് പറയണം. എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവേനി പോവാണ്. ഈ സമയത്ത് ആദർശ് ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ചോദിച്ചു, അല്ലടാ ആദർശേ, നീ ഇന്ന് നയനമോളുടെ വീട്ടിലേക്ക് പോയില്ലെന്ന് ചോദിക്കുക. എന്തിനാ? അല്ല ഇന്നെല്ലാം നന്ദു ട്രെയിനിങ്ങിന് വേണ്ടി പോണേ, അപ്പൊ നിനക്ക് അവിടെ വരെ ഒന്ന് പോകാൻ മേലാന്ന് ചോദിക്കും. ഞാനെങ്ങും പോയില്ല എന്ന് പറയാം. ഇത് കേട്ടതും വസ്തുനപുത്തശ്ശി ചോദിച്ചു, നിനക്കിത് എന്ത് പറ്റിയടാ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ, അല്ലെങ്കിൽ അവളെ കാണാൻ വേണ്ടി പോകുന്നതല്ലേ, ഇപ്പൊ ഞാൻ അവളെ കാണാൻ പോലും പോയില്ലോ എന്ന് പറയണം. എനിക്ക് അങ്ങനെ പോകാൻ തോന്നിയില്ലെന്ന് പറയണം. പിന്നീട് മുത്തശ്ശന് തോന്നി ഇവന്റെ മനസ്സിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. പിന്നീട് മുത്തശ്ശൻ ഇങ്ങനെ ഓരോന്ന് കിള്ളിക്കിള്ളിങ്ങനെ ചോദിക്കുവാണ്, എന്താടാ ആദർശേ, നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ടെന്ന്, എന്തേലും ബുദ്ധിമുട്ടുണ്ടെ പറ എന്ന് പറയണേ. ഒന്നുമില്ല. പിന്നീട് വെച്ച് ദേവേനി എന്തെന്ന് ചോദിക്കണം. ദേവേനിയും കണ്ടല്ലോ, അമ്മ ക്ഷേത്രത്തിലേക്കൊന്നും പറഞ്ഞു പോയതാന്ന് പറയണം. ക്ഷേത്രത്തിലേക്കോ? അവൾ ഈയിടെയായിട്ട് ക്ഷേത്രത്തിൽ പോക്ക് ഇച്ചിരി കൂടുന്നുണ്ടല്ലോ. അങ്ങനെയെന്ന് പറഞ്ഞ് നേരത്തെ ഇങ്ങനെയൊന്നും പോകുന്നില്ലായിരുന്നു, ഇപ്പൊ ഈയിടെയായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് എന്നും തന്നെ പോകുന്നുണ്ടല്ലോ. അത് കേട്ടതും ആദർശ് പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. പിന്നീട് മുത്തശ്ശൻ ചോദിച്ചു, നിന്റെ മനസ്സിനെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്, എന്നോട് പറയാൻ പറ്റുന്ന എന്താണെങ്കിലും നീ പറഞ്ഞോ, അത് മനസ്സിലിട്ട് ഇങ്ങനെ ഊതി വീർപ്പിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേ. എന്ത്? അമ്മ നയനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറയണം. എന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അവർ തമ്മില് സ്നേഹത്തിലായെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണേ. സ്നേഹത്തിലായെന്നോ? അതെ, എനിക്ക് അങ്ങനെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടെത്തുകയും ചെയ്തെന്ന് പറയണം. പിന്നീട് അവസാനം ആദർശം ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ദേവേനെയും നയനെ എന്തിനാ നമ്മളെ ഒന്ന് ഒളിച്ചു വെക്കണമെന്ന് ചോദിക്കാം. അതെനിക്ക് അറിയില്ല മുത്തശ്ശ. വാസന മുത്തശ്ശി പറഞ്ഞു, ഒരു പക്ഷേങ്കില് ജാനകിയും ജലജയൊക്കെ എന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറയാം. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേങ്കില് അമ്മ പറഞ്ഞല്ലോ, അവൾക്ക് എന്നിരുന്ന് മറച്ചു വെക്കേണ്ട കാര്യമില്ലോ. അവർ രണ്ടുപേരും സ്നേഹത്തിലായെന്നറിഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാണ് ഞാനല്ലേ മുത്തശ്ശ. പിന്നെ എന്നിരുന്ന് എന്താ മറച്ചു വെക്കണേ? ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ മനസ്സിന് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്നറിയാമോ. അതുകൊണ്ടാണ് ഞാൻ നയനയുടെ വീട്ടിലേക്ക് പോകാത്തെ. നയന ഇനി വന്നാലും എനിക്ക് പഴയ പോലെ സ്നേഹിക്കാൻ പറ്റുമോന്ന് അറിയില്ല. എൻ്റെ അടുത്തൊന്ന് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്ര സ്നേഹത്തോടെ വിശ്വാസത്തോടെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുന്ന സമയത്ത് അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുമോ മുത്തശ്ശാന്ന് ചോദിക്കുക. അത് ശരിയാ മോൻ പറഞ്ഞത്, പക്ഷെ അതൊരു നല്ല കാര്യമല്ലേന്ന് ചോദിക്കുക. എത്ര നല്ല കാര്യമെന്ന് പറഞ്ഞാലും എനിക്കതും കൂടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവൾക്കെങ്കിലും എന്നോട് സത്യങ്ങൾ തുറന്നു പറയായിരുന്നു. അല്ലെങ്കിൽ കൊള്ളാം, ഞാൻ അവൾ ആ സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അവളോട് ദേഷ്യപ്പെടുമെങ്കിൽ. ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത്ര കാര്യമായിട്ടല്ലേ അവളെ ഞാൻ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരണേ. എന്നിട്ട് അവൾ എന്നോട് ഈ ചതി ചെയ്യുമ്പോഴത്തേനും എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം വസുന്ധര മുത്തശ്ശിക്കും മൂർത്തി മുത്തശ്ശനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർക്ക് മനസ്സിലായി ആദർശം പറഞ്ഞതിന് സത്യമുണ്ട്. കാരണം നയനെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എത്രയെന്നുള്ള ആദർശനോട് സത്യങ്ങൾ തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം നയനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റം തന്നെയാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് അവർ ചെയ്തതെന്നറിയില്ലോ. മുത്തശ്ശൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ അവളോട് ദേഷ്യമൊന്നും കാണിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു, വരട്ടെ, ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോവാണ്. ഈ സമയം വസുന്ധര മുത്തശ്ശി പറഞ്ഞു, എല്ലാ കാര്യങ്ങളൊന്നും ഓക്കെ ആയി വന്നായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അവർ തമ്മിൽ അകലുവാണോ എന്നൊരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. ഇനിയിപ്പം നയനും ദേവേനെയും ഒന്നിച്ചല്ലോ, അതല്ലേ ഏറ്റവും വലിയ കടമ്പ. ആ കടമ്പ കടന്നു കിട്ടിയല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാമെന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.